ശ്രീമതി നവ്യ ഹരിദാസ് അവസാനമായി കൂട്ടിച്ചേർക്കാനുള്ളത്. അതെ, ഇന്നത്തെ ദിവസം സ്ത്രീകൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ആത്മാഭിമാനത്തോടുകൂടെ നമുക്ക് എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കും എന്നുള്ള തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ കുറ്റപ്പെടുത്തലുകൾ തീർച്ചയായിട്ടും ഒരുപാട് പുറകിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള ചർച്ചകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം കൈവരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു സ്ത്രീക്ക് ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് എടുത്തു നോക്കുമ്പോൾ നിരവധിയായിട്ടുള്ള കേസുകൾ, പോക്സോ കേസുകളായാലും ശരി, സ്ത്രീ പീഡന കേസുകൾ, ഡൗറി കൊണ്ടുള്ള കേസുകൾ, അതൊക്കെ എടുത്തു നോക്കുമ്പോൾ വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടിയെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഒരു MBBS പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി മരണപ്പെടാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യവും, അതായത് അത് ഒരു പക്ഷെ അവര് ഡിഗ്രി പൂർത്തീകരിച്ച് ഒരു ഡോക്ടർ ആയതിനു ശേഷമായിരുന്നു അവരുടെ വിവാഹം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തുടർന്ന് ജീവിക്കാനുള്ള ഒരു പശ്ചാത്തലം അവിടെ ഒരുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അവിടെയും വന്നിരിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ആ കുട്ടിക്കും വന്നിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ഇൻഡിപെൻഡൻസ്, ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയാലും ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് ആയാലും അത് സ്ത്രീകൾക്ക് എന്ന് കൈവരിക്കാൻ സാധിക്കുന്നോ അന്ന് മാത്രമേ നമ്മുടെ സമൂഹത്തിൽ എല്ലാറ്റിനെയും ഒരു പ്രതികരണ ശേഷി സ്ത്രീകളിൽ വളർന്നു വരേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ അത്യാവശ്യമാണ്. അത് കായികമായിട്ട് വേണ്ട ഇടങ്ങളിൽ കായികമായിട്ടുള്ള പ്രതികരണവും അതോടൊപ്പം തന്നെ മാനസികമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ് കൈവരിച്ചേ സാധിക്കും. ആ ഒരു രീതിയിലേക്ക് സ്ത്രീകൾക്ക് ശക്തരായിട്ട് മുൻപോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ആ ചിന്ത ആദ്യമായിട്ട് ഉടലെടുക്കേണ്ടത് സ്ത്രീകളുടെ മനസ്സിലാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഒരിക്കലും ആരുടെയും പുറകിലല്ല, എല്ലാവർക്കും ഒപ്പമാണ്, ആരുടെയും മുകളിലും അല്ല എന്നുള്ള ഒരു ചിന്ത കൂടെ. എല്ലാവർക്കും ഒപ്പം നമുക്ക് ഈ സമൂഹത്തിൽ തുല്യതയോടുകൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പരാശ്രയമില്ലാത്തൊരു ജീവിതം കൈവരിക്കണം. അതിന് തീർച്ചയായിട്ടും വിദ്യാഭ്യാസം ഒരു പ്രധാന ഘടകമാണ്. ഈ സമൂഹത്തിലുള്ള എല്ലാവരെയും ഒരു സ്നേഹത്തോടു കൂടെ കാണാനും, ഇനി വരുന്ന തലമുറയായാലും ശരി, ഒരു കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് ആണ് ഏറ്റവും കൂടുതൽ സാധിക്കുന്നത്, അച്ഛന്മാരെക്കാളും കൂടുതൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത്തരത്തിലൊരു പുതിയ ജനറേഷനെ വളർത്തിയെടുക്കുന്നതിലും സ്ത്രീകൾക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. അതിലെല്ലാം തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടെ സ്ത്രീകൾ പെരുമാറുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഇന്ന് ഒരുപാട് നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുണ്ട്. ഈ സംസ്ഥാനത്തായാലും ശരി, നമുക്കറിയാം പിങ്ക് പോലീസിന്റെ ഒക്കെ ഇടപെടലുകളും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലുള്ള യാത്ര എന്ന് പറയുന്നത് ഉള്ളതിനേക്കാൾ കുറച്ചൊരു പ്രോഗ്രസ് നമ്മുടെ ഈ ഒരു സംസ്ഥാനത്തും കാണുന്നുണ്ട്. അത് ദേശീയ നേതൃത്വം നിർദ്ദേശിക്കുന്നത് പ്രകാരമുള്ള രീതിയിലേക്ക് ഉയർന്നിട്ടില്ലെങ്കിലും മാറ്റങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ട് എന്നുള്ളൊരു പ്രത്യാശ ഈ ഒരു വനിതാ ദിനത്തിൽ ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വനിതാ ദിനത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഇനി വരുന്ന കാലങ്ങളിൽ മാർച്ച് 8 മാത്രം ഒതുങ്ങി നിൽക്കാതെ സ്ത്രീകൾ ശക്തരായിട്ട് അഭിമാനത്തോടു കൂടെ തല ഉയർത്തി നിൽക്കേണ്ട ഒരു സാഹചര്യം അത് വിദൂരതയിലല്ല എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശരി.